ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹൈമാസ് ലൈറ്റിൻ്റെ ഫിറ്റിങ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്നും കാണാൻ ശ്രമിക്കുക. പിന്നെ നേരെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോൾ വരുന്നത്. ഇത് GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഏകദേശം ഇതിന് 8 മീറ്ററോളം ആണ് ഇതിൻ്റെ നീളം വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിൻ്റെ വർക്ക് നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 2 അടി നീളത്തിന് 2 അടി വീതിയിലും കുഴിയെടുത്ത് നല്ല സ്ട്രോങ്ങിലി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ബേസ് വർക്ക് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻസ് സെൻറ്റർ എന്ന രീതിയിലാണ് നമ്മൾ കേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റിംഗ് ആയിട്ട് കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ഹെഡ് വരുന്നത്. ഇതിൽ നമ്മൾ 4 MH ലൈറ്റ് ഫെഡ് ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 സൈഡിലേക്കായിട്ട് 4 ഫെഡ് ലൈറ്റിലുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. റിംഗ് ആയതുകൊണ്ട് തന്നെ ഒറ്റ നെട്ടും ബോൾട്ട് മാത്രമേ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ബാക്കി വരുന്ന ഭാഗം കേബിൾ ടൈയും ആർമറിങ് ഇട്ട് നമ്മൾ നല്ല സ്ട്രോങ്ലി കെട്ടിവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യത്തെ ഫെഡ് ലൈറ്റിൽ ഹെഡിൽ 4 ലൈറ്റുകളും സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പോസ്റ്റിലേക്ക് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിങ്ങിലെ 4 ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള കേബിൾ കണക്ഷൻ വലിക്കാനുണ്ട്. മെയിൻ കണക്ഷൻ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മുകളിൽ നിന്നും 3 കോറിൻ്റെ കേബിൾ താഴത്തേക്ക് വലിക്കേണ്ടതുണ്ട്. 3 കോർ ഇൻറ്റു 2.5 വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ഫെഡ് ലൈറ്റിന് ഒരു കണക്ഷൻ എന്ന രീതിയിൽ 2 മുകളിൽ നിന്നും 2 ലൈനാണ് നമ്മൾ താഴോട്ടേക്ക് വലിക്കുന്നത്. അടുത്തന്നെ പറട്ടോ, സ്ലോ ആക്കി വലിച്ചോ വലിച്ചോ. അങ്ങനെ നമ്മൾ വയറെല്ലാം വലിച്ച് ലൈറ്റിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇൻസുലേഷൻ ടൈപ്പ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിൻ്റെ ടൈപ്പ് എല്ലാം ചുറ്റിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈമാസിനെ ലിഫ്റ്റ് ചെയ്യണം. അതിനായി നമ്മൾ ക്രെയിൻ സർവീസിനെ വിളിച്ചിട്ടുണ്ട്. അതിന് മുന്നോട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ നെറ്റും ബോൾട്ടെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളോട് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ നമ്മൾ ക്രെയിൻ സർവീസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെത്തി ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളെ ബാക്കി പരിപാടികളും സ്റ്റാർട്ട് ചെയ്തു. ആളുകൾക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ഹൈറ്റ് ഇതിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം വെയിറ്റും അതുപോലെ തന്നെ 8 മീറ്ററോളം നീളവും ഉണ്ടായിരുന്നാൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ നമുക്ക് ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനം വന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രെയിൻ സർവീസിൻ്റെ സഹായം തേടിയത്. ആകെ മൊത്തം 4 ഹൈമാസ് ലൈറ്റുകളാണ് ടോട്ടലി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നായി സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കണക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. താഴഭാഗത്ത് MCB വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ MCB കൊടുക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ നേരത്തെ കൊണ്ടുവച്ച UG കേബിളിൽ നിന്നും നേരത്തെ വലിച്ച 3 കോറിൻ്റെ കേബിളിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. DBയിൽ ഓൾറെഡി ഒരു MCB കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ബ്രേക്കറും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്, ഡയറക്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സപ്ലൈ കൊടുത്ത് ഓണാക്കി ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4ത്തിൻ്റെയും വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യാനും ക്രെയിൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളേറെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട്.
ഗ്രൗണ്ട് ഏകദേശം അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് ഉണ്ടായിരുന്നത്. അതിന് കണക്കാക്കിയാണ് 4 ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ ഏരിയയിലേക്കും കിട്ടുന്ന രീതിയിൽ കറക്റ്റ് തന്നെ നമ്മളെ പോയിൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ ബൈ, താങ്ക് യു.